ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ അർജുൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രി എങ്ങനെയെങ്കിലും പൊളിച്ചേ പറ്റൂ. അതിനുള്ള ചർച്ചയിലാണ് ഇന്ദുവും അതുപോലെ തന്നെ നന്ദിനി മേഡവും. ഇപ്പോൾ കൂട്ടത്തിൽ അനുപമയും കൂടി കൂടാനായിട്ട് പോവുകയാണ് എന്ന എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തോടു കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് എന്താണ് പോംവഴി എന്ന് അവരെല്ലാവരും കൂടി ഗൂഢമായിട്ട് ആലോചിക്കും. അങ്ങനെ ശത്രുക്കളെല്ലാവരും കൂടി ഒന്നാവുകയാണ്. അഞ്ജലിയും അർജുൻ്റെയും ബന്ധം പൊളിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നന്ദിനിയും ഇന്ദുവും കൂടി അനുപമയുടെ കൂട്ടും കൂടി പിടിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമായി ഉറപ്പായിട്ടുണ്ട്, അർജുൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രി അത്ര സുഗമമായിട്ടൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അത് പൊളിക്കാനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു, അത് പൊളിയും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ എന്ന് ഇന്ന് വന്ന പ്രൊമോയിൽ നിന്ന് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം എന്തായിരിക്കും എന്ന് ഞാൻ പറയാം. എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് നമ്മുടെ ചാനൽ, ഈ ചെറിയ ചാനലിന് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ നമ്മുടെ അർജുൻ്റെ അഞ്ജലിയുടെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ പ്രതീക്ഷകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം അർജുന് ഇനി ഒരു രീതിയിലും വിശ്വസിക്കില്ല എന്നൊരു 100% ശപഥം എടുത്തതുപോലെയാണ് അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഇന്നൊരു മാറ്റം വന്നിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ രമ്യ ചിറ്റമ്മയും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയൊക്കെയാണ് കേട്ടോ. കാരണം അർജുന് അത്രയേറെ വെറുത്തിട്ടാണ് നമ്മുടെ അഞ്ജലി ഉണ്ടായിരുന്നത്. അത് ഓർത്തോർത്ത് നമ്മുടെ അഞ്ജലി കരയുകയായിരുന്നു. അങ്ങനെ അർജുനും അഞ്ജലിയും തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ മുത്തശ്ശിയും രമ്യ ചിറ്റമ്മയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു അഞ്ജലിയുടെ കാര്യത്തിൽ വന്നിട്ട് അവർ രണ്ടുപേരും ഇടപെടുകയും അങ്ങനെ മുത്തശ്ശി നമ്മുടെ അഞ്ജലിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഒരിക്കലും ഞങ്ങളുടെ അച്ചു അങ്ങനെ നിന്നോട് ഒരിക്കലും ചെയ്യില്ല അഞ്ജലി, ഒരിക്കലും അവന് ചതിക്കാനാവത്തില്ല. നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, നിന്നെ ചതിച്ചതാണ് രാഘവനുണ്ണി പറഞ്ഞിട്ടാണ് നിന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. അങ്ങനെയൊന്നുമല്ല അഞ്ജലി, ഈ മുത്തശ്ശി പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? അങ്ങനെ മുത്തശ്ശി പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്, അഞ്ജലിയെ പറ്റിയുള്ള സകലമായ കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ അനുപമ ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് പോലും പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അഞ്ജലി അറിയാതിരുന്ന പല രഹസ്യങ്ങളും ഇപ്പോൾ അഞ്ജലി ഓരോന്നായി അറിഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങനെ അഞ്ജലി ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോഴും ഇത് പാത്തും പതുങ്ങിയല്ല അനുപമയും കാണുന്നുണ്ട്. അപ്പോൾ അനുപമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ തള്ളയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണല്ലോ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അഞ്ജലി എന്താണെങ്കിലും ഇവിടെ വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല, അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കി പറ്റും. എന്താണെങ്കിലും ഇന്ന് അഞ്ജലി അർജുൻ ആദ്യ രാത്രി നടക്കാനായിട്ട് പോവുകയാണ് എന്ന് ഇന്ദു അപ്പച്ചിയും അതുപോലെ തന്നെ നന്ദിനി മാഡവും കൂടി മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ അനുപമ വരുന്നൊരു സീനും കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. എന്താണെങ്കിൽ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ആലോചിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഈ ആദ്യ രാത്രി നടക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇന്ദുവും നന്ദിനിയും കൂടി അനുപമയും കൂടെ കൂട്ടാനായിട്ട് നാളെ പോവുകയാണ്. ഒരു പക്ഷേ നന്ദിനി അനുപമയോട് പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാണ്. അനുപമയോട് നന്ദിനി മേഡം പറയും, അനുപമേ നീ അഞ്ജലിയെ പുറത്താക്കാനായിട്ട് ശ്രമിച്ച, അത് നീ വിജയിച്ച, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള അവസരം ഞാൻ തരാം, നിനക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതും ചെയ്യുന്നതും നിർത്താം, പക്ഷെ നീ അഞ്ജലിയെ പുറത്താക്കണം ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട്. അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ജലി നീ പുറത്താക്കണം, അത് നിനക്ക് പറ്റുമോ? അങ്ങനെ നന്ദിനി ഒരു പക്ഷേ അനുപമയോട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതിന് അനുപമ എന്ത് മറുപടി പറയും എന്നൊന്നും നമുക്കറിയില്ല, അത് എന്തെങ്കിലുമൊക്കെ ആട്ടെ. എന്താണെങ്കിലും ആദ്യ രാത്രി നടക്കാനായിട്ട് പോവുകയാണ്. അതിന് മുത്തശ്ശിയും രമ്യ ചിറ്റമ്മയൊക്കെ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു സംഭവം ഇവരിൽ നിന്ന് അനുപമ അറിയും കേട്ടോ. അപ്പോൾ അനുപമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ, ഇത് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു പോംവഴി ഉറപ്പായിട്ടും അനുപമ കണ്ടെത്തും എന്ന് ഇന്നത്തെ പ്രൊമോയിൽ വളരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താണ് എന്ന് ഞാൻ പറയാം. ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യ രാത്രി നടക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഗോവിന്ദനുണ്ണി നമ്മുടെ അർജുൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അർജുനെ, നീ സമാധാനമായിട്ടിരിക്കുക, നീ എന്തിനീ ടെൻഷൻ അടിക്കുന്ന, വിഷമിക്കാതിരിക്കടാ. നീ ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ലേ, നീ കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് തുറന്ന് പറയടാ.
നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അഞ്ജലിക്ക് നിന്നെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ലടാ അർജുനെ. നീ ധൈര്യമായിട്ട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും വിഷമങ്ങളും സത്യങ്ങളും എല്ലാം വിളിച്ച് പറയടാ, അവളോട് പറയടാ. അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവൾക്ക് പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് അത് ചെയ്യണം മോനെ. അങ്ങനെ അർജുന് വലിയൊരു സപ്പോർട്ട് ഗോവിന്ദൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് ഒരു കോൺഫിഡൻസ് നമ്മുടെ അർജുൻ്റെ മുഖത്ത് വന്നു എന്ന് പ്രൊമോയിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ താൻ എല്ലാ കാര്യങ്ങളും ഇന്ന് തുറന്നു പറയുകയാണെങ്കിൽ അഞ്ജലിക്ക് തന്നിൽ നിന്ന് പോയ ആ ഒരു വിശ്വാസം തിരിച്ചു വരും എന്ന് ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുൻ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് കട്ടിൽ കിടക്കുന്ന അർജുനെ കാണാം. അപ്പോൾ കട്ടിലാണ് ആദ്യ രാത്രിക്ക് വേണ്ടി നല്ല രീതിയിൽ അലങ്കരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ അർജുൻ അഞ്ജലിയെ കാത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതെല്ലാം വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ വലിയൊരു സങ്കടമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ അർജുൻ അഞ്ജലിയെ കാത്തിരിക്കും. പക്ഷെ കാര്യങ്ങളെല്ലാം തകിടം മറിയാനായിട്ട് പോവുകയാണ് കൂട്ടുകാരെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടത്തിയായ അനുപമ വീണ്ടും കയറി കളിക്കാനായിട്ട് പോവുകയാണ്. കാരണം അനുപമയ്ക്ക് അർജുൻ അഞ്ജലി ആദ്യ രാത്രി മുടങ്ങിയേ പറ്റത്തുള്ളൂ. അതിന് ഏതറ്റം വരെയും അവൾ പോകും. അതിനുവേണ്ടി അവൾ ചെയ്യാൻ പോകുന്ന കൊടും ക്രൂരതയാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കാരണം അവൾ ഈ ഒരു രാത്രിയിൽ ഇവർ തമ്മിലുള്ള സംഭവം മുടക്കിയേ പറ്റൂ. അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഈ അനുപമ ആലോചിക്കും. അവൾ അതിനു വേണ്ടി കണ്ടെത്തിയ വഴി എന്ന് പറയുന്നതാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നത് കേട്ടോ. പ്രൊമോയിൽ നമുക്കത് കാണാം. പ്രൊമോയിൽ കാണുന്നുണ്ട് അവളെ വേഗം വിളിച്ചിട്ട് കാവ്യയോട് പറയുകയാണ്, അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞിരിക്കുന്നു, അർജുൻ അഞ്ജലിയെ സ്വന്തമാക്കിയിരിക്കുന്നു, ഇപ്പോൾ ഇവിടെയുണ്ട്, നീ വേഗം വന്നില്ലെങ്കിൽ കാവ്യ അവർ തമ്മിലുള്ള ആദ്യ രാത്രി ഇവിടെ കഴിയാനായിട്ട് പോവുകയാണ്. അങ്ങനെ കാവ്യനെ കാവ്യനെ യൂസ് ചെയ്തിട്ട് അവളെ അർജുൻ അഞ്ജലി ആദ്യ രാത്രി മുടക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ കാവ്യയുടെ മനസ്സ് സമനില തെറ്റി നടക്കുകയാണ്. അർജുന് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് പുള്ളിക്കാരി ഇങ്ങനെ സമനില തെറ്റി നടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും വിഷമം തോന്നും. അപ്പം അങ്ങനെ ഒരാളെന്ന് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അനുപമയ്ക്ക് അറിയാമല്ലോ. അങ്ങനെ അർജുൻ അഞ്ജലി ആദ്യ രാത്രി നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അനുപമ കാവ്യനെ ഫോൺ വിളിച്ച് പറയുകയാണ്, കാവ്യ നിന്നോട് ഞാൻ വലിയൊരു രഹസ്യം പറയാനായിട്ട് പോവുകയാണ്. അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞിരിക്കുന്നു. നിന്നോട് എല്ലാവരും ഇത് മറച്ചു വെച്ചതാണ്. നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നോട് എല്ലാവരും ഈ ഒരു കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നീ എന്തെങ്കിലുമൊക്കെ ഇപ്പം ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം മറി. അങ്ങനെ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അർജുൻ അഞ്ജലി ആദ്യ രാത്രി മുടങ്ങാനായിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു കാവ്യ കത്തിയെടുത്തിട്ടായിരിക്കും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി കത്തിയെടുത്തിട്ടായിരിക്കും വരാനായിട്ട് പോവുക. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ശംഖുചക്രത്തിൽ നടക്കും. അങ്ങനെ അർജുൻ അഞ്ജലി ആദ്യ രാത്രി അവരെല്ലാവരും ആഗ്രഹിച്ചതുപോലെ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അഞ്ജലിയോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാം എന്ന് വിചാരിച്ചിരുന്നു അർജുൻ. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും കൂടുതൽ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവരും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.